ക്യാമ്പിൻ്റെ 5-ാം ദിവസം ഉണ്ടല്ലോ, കൂടെയുള്ള ബാക്കിയുള്ള പിള്ളേരൊന്നും അറിയാതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4-5 പെമ്പിള്ളേർ ഇരുട്ടിൻ്റെ മറവിൽ ഒരു കള്ളത്തരം ഒപ്പിച്ചായിരുന്നു. പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സാഹചര്യത്തിൽ പറയാഞ്ഞത്. അന്ന് പകലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബദാം ഉണ്ടായിരുന്നു, നിറച്ച് ബദാങ്കി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 ബദാങ്കി ആണെന്നുണ്ടെങ്കിൽ ഈ റംസി ആണെന്നുണ്ടെങ്കിൽ പോക്കറ്റിലിട്ടുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ അത് തല്ലിപ്പൊട്ടിച്ച് തിന്നാനുള്ള പരിപാടികളായിരുന്നു ഞങ്ങൾ നോക്കിയത്. ഞങ്ങളൊരു 5 പെമ്പിള്ളേരും ഉണ്ടായിരുന്നു, 5 ബദാങ്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് കിട്ടുമല്ലോ, അതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. അങ്ങനെ ഓരോന്നായിട്ടൊക്കെ പൊട്ടിച്ചെടുക്കാൻ തുടങ്ങി. നല്ല കഷ്ടപ്പാടായിരുന്നു അത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയതല്ലാത്തത് കൊണ്ടായിരിക്കും നല്ല ടഫായിരുന്നു പൊട്ടിച്ചെടുക്കാൻ. ആരെ അറിയിക്കാതെ പാത്ത് നിന്നായിരുന്നു ഞങ്ങളുടെ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ വിൻസാറും ഹയർ നിസാമിസും ഞങ്ങളെ വന്ന് തൂക്കി. പക്ഷേ എന്താണ് സംഭവം എന്നൊന്നും കണ്ടുപിടിക്കാനെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെ ബദാങ്കിയൊക്കെ വീതം വെച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വേറൊരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ എന്തോ ഗെയിം കളിക്കാനുള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.